ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വരട്ടെ മുഴുവൻ ആലോചിച്ച് തീരുമാനിച്ച് ഇനി ഭാരതീയ ജനതാ പാർട്ടിയെ 2026 ജയിപ്പിക്കാനുള്ള ഊർജം വീണ്ടെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പരിശോധിക്കപ്പെടണ്ടേ? അതൊക്കെ ഒരു ശക്തി ഒരു വോട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ മികച്ച പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെച്ചിരിക്കുന്നത്. മികച്ച പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെച്ചിരിക്കുന്നത്. എങ്ങനെ പറയാൻ കഴിയും കണക്ക്? നിങ്ങൾ അസംബ്ലി ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷൻ അല്ല, ഇത് ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് മികച്ച പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെച്ചിരിക്കുന്നത്. ഞാൻ പരിശോധിച്ചില്ല, വളരെ ബൂത്തൊന്നും പരിശോധിക്കട്ടെ. പരിശോധിക്കട്ടെ. എപ്പോഴും RSS നേരിട്ട് പണിയെടുക്കാറുണ്ട്, അതൊന്നും പ്രശ്നമല്ല. ഇനിയും ഞങ്ങൾ മുന്നോട്ട് പോകും. ശക്തമായി 2 സീറ്റിലുള്ള BJPയെ ഇപ്പം 400 സീറ്റ് വാങ്ങി ഭരിക്കുന്നില്ലേ. ഞങ്ങൾ ഇതൊന്നും വലിയ പ്രശ്നമല്ല BJPക്ക്. ഞങ്ങൾ മുന്നോട്ട് ശക്തമായി തന്നെ പോകും. ഇത് പരിശോധിക്കുമോ? അത് ഞങ്ങൾ സംഘടനാ ലെവല് കൂടി തീരുമാനിക്കേണ്ടതാണ്. നിങ്ങളോട് പറയുന്നത് സുരേന്ദ്രൻ ശക്തനായ ഞങ്ങളുടെ നേതാവാണ്. സുരേന്ദ്രൻ കേരളത്തിലെ BJPയുടെ നാവാണ്. അത് സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരനാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ കാര്യം നോക്കേണ്ട ആവശ്യം. മൂത്താന്തര BJPയുടെ ഉരുക്ക് വോട്ടാണ് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. നിങ്ങൾ നോക്ക്, അത് നോക്കാം. നഗരസഭ പിടിക്കാൻ മുരളീധരൻ അച്ഛൻ കരുണാകരൻ വന്നാലും പാലക്കാട് നഗരസഭ പിടിക്കാൻ പറ്റൂല. അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അത് നിങ്ങളത് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ഈ ശോഭാ സുരേന്ദ്രൻ വന്ന പുഷ്പം പോലെ ജയിക്കുമെന്നായിരുന്നു താങ്കൾ ആദ്യം പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞല്ലോ. ഇപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിനെക്കുറിച്ചുള്ള ചിന്തയില്ല. ഇപ്പൊ പൊരുതി ജയിക്കും പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ പൊരുതി ജയിക്കില്ല, അങ്ങനെ പരിശോധിക്കും. ട്രാക്ടർ റാലി നടത്തി, കർഷകർക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നടത്തി, വലിയ പോരാട്ടം നടത്തി. തെരഞ്ഞെടുപ്പില് നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ പറ്റില്ല. തെരഞ്ഞെടുപ്പില് ഞങ്ങൾ അടൽ ബിഹാരി വാജ്പേയി ഗോളിയോട് 5 ചോട്ടിൽ തോറ്റ പാർട്ടിയാണ്. 84 2 സീറ്റുള്ള പാർട്ടിയായിരുന്നു BJP. ഇന്ന് ഇന്ത്യ രാജ്യത്തെ 19 സംസ്ഥാനങ്ങളും ഈ രാജ്യസഭയും ലോക്സഭയും വൻ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ്. ഈ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. നമ്മൾ പ്രതീക്ഷിച്ചില്ല. പരിശോധിക്കും. ഇവിടെ ഒരു അടിയൊഴുക്കുള്ള BJPക്കുള്ള വോട്ട് BJPക്ക് കിട്ടി. CPM വോട്ട് BJP വന്നിട്ടുണ്ടോ ആലോചിക്കാം. അല്ല, ഈ വോട്ട് ചെയ്ത് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്ത് എനിക്കറിയാം. താങ്കൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ എന്തോ വീഴ്ച പറ്റിയെന്നല്ലേ ഈ വോട്ട് റിസൾട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പോളിംഗ് ബൂത്തിൽ പോയി എന്ത് ചെയ്യുന്ന ആർക്കും അറിയില്ല. നിങ്ങൾ ഇതൊന്നും കണക്കിലൊക്കെ വീഴ്ച തെറ്റും ശരിയൊക്കെ വരാം. തെറ്റും ശരിയൊക്കെ വരാം. കണക്കിന് നമ്മൾ ഉള്ളിൽ പോയി വോട്ട് ചെയ്യണം. നമ്മൾ നോക്കിട്ടാ പാളിച്ച സംഭവിച്ചു. ഇതിനകത്തൊരു പാളിച്ച സംഭവിച്ചു. ഉണ്ടാവും, പാളിച്ചകളുണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തകർ പാളിച്ചകളും നേട്ടങ്ങളും കോട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നും പത്രക്കാരോട് പറയേണ്ടതല്ല, ദൃശ്യമാധ്യമങ്ങളോട് പറയേണ്ടതല്ല. ഞങ്ങളുടെ ശക്തിക്ക് ഒരു ചോർച്ചയില്ല. വലിയ തിരിച്ചടിയായി പോയില്ലേ? BJP കൃഷ്ണകുമാറല്ല, താമരയ്ക്ക് കിട്ടുന്ന വോട്ടാണ്. താമരയ്ക്ക് ഇത്ര വോട്ടുള്ളൂ. ജനവിധി അംഗീകരിക്കുന്നു. പ്രചാരണം നല്ല രീതിയിലാണോ? ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ശക്തമായി പ്രചരണം നടത്തി. ഊണും ഉറക്കമൊഴിച്ച് പ്രവർത്തകർ പ്രവർത്തിച്ചു. ജനവിധി മാനിക്കുന്നു. ബസ് ഈ മുനിസിപ്പാലിറ്റിയിലെ ഒരു വികസനം ഇല്ലാന്ന് പൊതുവെ ഒരു പരാതി ഉണ്ട്. അതായിരിക്കും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്. മനോരമ ചാനൽ എപ്പോഴും അങ്ങനെയല്ലേ പറയുള്ളൂ. മുനിസിപ്പാലിറ്റിയിൽ 25 വാർഡ് ഞങ്ങൾ തോൽപ്പിക്കാൻ 2 മുന്നണി ചോദിച്ചാലും സാധിക്കില്ല. മുനിസിപ്പാലിറ്റിയിൽ പ്രശ്നങ്ങളില്ല, പാർട്ടി നന്നായി പ്രവർത്തിച്ചു, പിന്നെ എവിടെയാ കുഴപ്പം സംഭവിച്ചു? നമുക്ക് ആലോചിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ തന്നെ ചോദിച്ചാൽ ഞാനെങ്ങനെ പറയും? വിഷമമുണ്ട്. അത് എന്നിരുന്നാലും ഞങ്ങൾ മനസ്സ് കരുത്താം. ഞാൻ ഈ BJPയിലെ 5 വയസ്സ് മുതൽ RSSന്റെ സാഹിബ് ഏത് പ്രശ്നം വന്നാലും കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് ഞങ്ങൾക്ക്. ഏറ്റവും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഘം പ്രവർത്തകനാണ്. ശാഖ നടത്തിയ പരിചയമുണ്ട്. ശിവരാജനോട് ജില്ലാ പ്രസിഡന്റായിട്ടുണ്ട്, സംസ്ഥാന ഭാരവാഹിയായിട്ടുണ്ട്. ശിവരാജ, ഈ തെരഞ്ഞെടുപ്പിൽ ശിവരാജേട്ടന് തോന്നുന്ന എന്തായിരുന്നു ഒരു പരിമിതി എന്നാണ് ശിവരാജൻ? ഞങ്ങളുടെ പരിമിതി ഞങ്ങൾ ഇനി യോഗം കൂടിയ എവിടെയാണ് പാളിച്ച പറ്റുന്നത് ആലോചിക്കും. അതല്ലേ ഒരാൾക്ക് വീഴ്ച ആർക്കെതിരെ നടപടി? സന്ദീപ് വാര്യർ ആരാണ് ഈ പാർട്ടിയിൽ? സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ പാർട്ടിയിലെ അധ്യക്ഷൻ ആരാണെന്ന് അയാൾ തീരുമാനിക്കണ്ട. സുരേന്ദ്രൻ കേരളത്തിൽ ഉരുക്കും മനുഷ്യനാണ്. എത്ര തോൽവി ഞങ്ങൾ കൈ ജീവിതത്തിൽ കണ്ടു. തോൽവിയിൽ നിന്ന് പാഠം പഠിക്കേണ്ടതല്ലേ? അതൊക്കെ മുന്നോട്ട് പോകും. തോൽവിയിൽ നിന്ന്
തോൽവിയിൽ നിന്ന് പാഠം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ ശിവരാജ്